മറ്റൊരു വാർത്തയിലേക്ക്. മൂന്നാർ ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങിയെന്ന വാർത്ത വരുന്നു. GH റോഡിലൂടെയാണ് കാട്ടുപോത്ത് ടൗണിൽ ഇറങ്ങിയത്. വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് കാട്ടുപോത്തിനെ ഓടിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, എപ്പോഴാണ് ഈ ടൗണിലേക്ക് കാട്ടുപോത്ത് എത്തിയത്? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ ആരെങ്കിലും ആക്രമിക്കുകയോ ചെയ്തിരുന്നോ? വിവരങ്ങൾ എന്താണ്? അക്രമ സ്വഭാവത്തിലേക്ക് കാട്ടുപോത്ത് പോയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ആർക്കും വലിയ പരിക്കൊന്നുമില്ല. പക്ഷേ മൂന്നാർ ടൗണിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങിയതോടുകൂടി തന്നെ വലിയ പരിഭ്രാന്തി ആ പ്രദേശത്തുണ്ടായി. ആളുകൾ വിരണ്ടോടുന്നൊരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 5:30 ഈ കാട്ടുപോത്ത് GH റോഡിലൂടെ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങിയത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. അതിനുശേഷം നാട്ടുകാരും ഒപ്പം ചേർന്ന് ഒച്ച ബഹളവും ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടാണ് കാട്ടുപോത്തിനെ തുരത്തിയിരിക്കുന്നത്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക്, തോട്ടം തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം പോലും മൂന്നാറിലുണ്ടായിരുന്നു. ശരി, ആ സാഹചര്യത്തിലാണ് ജനങ്ങൾ അത്തരം ഒരു ആശങ്ക ഇപ്പോഴും പങ്കുവെക്കുന്നത്. വീണ്ടും അത് ടൗണിലേക്ക് എത്തുമോ എന്നൊരു ഭീതി അവർക്കുണ്ട്. അത് വ്യക്തമായി അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നൽകിയ വിവരം.